അയൽപക്ക ബന്ധത്തിനേറെ പ്രാധാന്യം. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് കള്ളുകുടിയനായ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. ചെരുപ്പുകുത്തിയായ അയാൾ എല്ലാ ദിവസവും പണിയെടുത്ത് രാത്രി വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചാൽ കള്ളും കുടിച്ച് പാട്ടുപാടി ഇരിക്കും. എല്ലാ ദിവസവും ഇമാം അവറുകൾ ഇത് കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ കുറച്ചു രാത്രികളിൽ ആ ശബ്ദം കേൾക്കാതെയായി. മഹാൻ വീട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ അയൽവാസിയെ രാത്രി പെട്രോളിംഗ് നടത്തുന്ന പോലീസുകാർ അറസ്റ്റ് ചെയ്ത് വിവരം പറഞ്ഞു. പിറ്റേന്ന് രാവിലെ നേരം വെളുത്ത ഉടനെ തന്നെ മഹാൻ രാജാവിന്റെ അടുക്കലേക്ക് പോയി. കൊട്ടാരത്തിന് പുറത്തെത്തിയ മഹാനെ അകത്തേക്ക് പ്രവേശിക്കാൻ സമ്മതം ചോദിച്ചു. ഇതറിഞ്ഞ രാജാവ് കാവൽക്കാരനോട് പറഞ്ഞു, നിങ്ങൾ മഹാനെ വാഹനത്തിൽ നിന്ന് ഇറക്കാതെ കൊണ്ടുവരിക. ദർബാർ ഹാളിലെ വിരിപ്പിലെത്തിയാൽ മാത്രം പറഞ്ഞാൽ മതി. അപ്രകാരം സന്നിധിയിലെത്തിയ ഇമാമിനോട് രാജാവ് ആഗമനോദ്ദേശം ചോദിച്ചു. അപ്പോൾ മഹാൻ പറഞ്ഞു, എൻ്റെ അയൽവാസിക്ക് വേണ്ടി ശുപാർശ ചെയ്യാനാണ് ഞാൻ വന്നത്. ഉടനെ തന്നെ രാജാവ് അയൽവാസിയെ മാത്രമല്ല അന്ന് രാത്രി അറസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാവരെയും വെറുതെ വിടാൻ ആജ്ഞാപിച്ചു. സന്തോഷത്തോടെയും മഹാനും അയൽവാസിയും മടങ്ങി. അബൂ ഹനീഫ ഇമാം വാഹനത്തിൽ കയറി മടങ്ങുമ്പോൾ പിന്നിൽ നടന്നു വരുന്ന അയൽവാസിയോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ കൈവെടിഞ്ഞില്ലല്ലോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, മറിച്ച് അയൽപക്ക ബന്ധത്തെ മാനിച്ച് നിങ്ങൾ എന്നെ രക്ഷിക്കുകയാണ് ചെയ്തത്. ശേഷം ആ ചെറുപ്പക്കാരൻ നല്ല ജീവിതം നയിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.